ശംഭോ മഹാദേവ. ശിവപഞ്ചാക്ഷരി മന്ത്രം നമ്മളിൽ എല്ലാവരും ജപിക്കാറുണ്ടല്ലേ? ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പ്രാധാന്യവും ശക്തിയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ശിവപഞ്ചാക്ഷരി മന്ത്രം നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പല രീതിയിൽ നമ്മൾ ജപിക്കാറുണ്ട്. ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് പോലെ തന്നെ ജപിക്കാവുന്ന മന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ശിവഭക്തരാണോ? പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ എന്ന് കമന്റ് ഇടണേ. ശിവപഞ്ചാക്ഷരി മന്ത്രം പോലെ തന്നെ അതിശക്തമായതാണ് ഈ മന്ത്രങ്ങൾ. ഈ മന്ത്രം ജപിക്കുന്നതിന് അധികം നിഷ്ഠകൾ ഒന്നും പാലിക്കേണ്ടതില്ല. എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ശുദ്ധതയോടെ കൂടെ ഇരുന്ന് ജപിക്കാവുന്നതാണ്. ഇന്ന സമയത്ത് ജപിക്കണം എന്ന നിഷ്ഠയും ഇല്ല. ഏത് സമയത്തും ജപിക്കാവുന്നതാണ്. സ്ത്രീകൾ അശുദ്ധി ഉള്ളപ്പോൾ മാത്രം ഇത് ജപിക്കരുത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ വേണ്ടത് ഭഗവാനോടുള്ള പരിപൂർണമായ വിശ്വാസവും ഭക്തിയും മാത്രമാണ്. മനസ്സിൽ വിശ്വാസക്കുറവ് വെച്ചുകൊണ്ട് എന്നാൽ ഒന്ന് ജപിച്ചു നോക്കാം എന്നുള്ള മനോഭാവത്തോടു കൂടി ഒരിക്കലും ഈ മന്ത്രം ജപിക്കരുത്. അടിയുടച്ച വിശ്വാസത്തോടുകൂടി മഹാദേവനെ മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം ജപിച്ചാൽ എത്രയും വേഗം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ്. ക്ഷിപ്രസാദിയായ മഹാദേവന്റെ പ്രീതിക്കായി ജപിക്കേണ്ട അതിശക്തമായ മന്ത്രങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഉറങ്ങുന്നതിനു മുമ്പ് ഈ മന്ത്രം ജപിച്ചു കിടന്നിട്ട് പിറ്റേന്ന് തന്നെ അവർ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയതായി പലരും പറയാറുണ്ട്. അത്ര ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രങ്ങളാണിത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വെറും നിലത്തിരുന്ന് ഈ മന്ത്രം ജപിക്കരുത്. ഒരു പായ വിരിച്ചോ ഒരു കസേരയിലിരുന്നോ ഈ മന്ത്രം ജപിക്കാവുള്ളൂ. മറ്റുള്ള മന്ത്രങ്ങളെ പോലെ തന്നെ ഇത് 108, 1008 തവണ ജപിക്കണമെന്നില്ല. അങ്ങനെയുള്ള യാതൊരു നിഷ്ഠകളും ഈ മന്ത്രത്തിനില്ല. വെറും 3 തവണ ജപിച്ചാൽ തന്നെ ഇതിന്റെ ഫലസിദ്ധി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുക. ഇനി മന്ത്രങ്ങൾ ജപിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഈ മന്ത്രം 6 രീതിയിലാണ് ജപിക്കേണ്ടത്. വേഗത്തിൽ ഫലം ലഭിക്കാൻ വേണ്ടി 6 മന്ത്രങ്ങളും കൂടി ഒന്നിച്ച് ജപിക്കരുത്. ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ഫലങ്ങളാണ്. അത് ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനുള്ള മന്ത്രം മാത്രമേ ഒരു വട്ടം ജപിക്കാൻ പാടുള്ളൂ. ആവശ്യം നടന്നതിന് ശേഷം മാത്രമേ അടുത്ത മന്ത്രം ജപിക്കാവൂ. ഇനി ആ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1. മായാ പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: യും നമഃ ശിവായ. 2. മദന പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: ക്ലീം നമഃ ശിവായ. 3. വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: ഐം നമഃ ശിവായ. 4. ശക്തി പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: ഹ്രീം നമഃ ശിവായ. മുക്തി പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: രം നമഃ ശിവായ. അടുത്തത് ശ്രീ പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: ശ്രീം നമഃ ശിവായ. ഇനി ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ മന്ത്രം ജപിക്കണം എന്ന് നോക്കാം. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ മായാ പഞ്ചാക്ഷരി മന്ത്രമായ യും നമഃ ശിവായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. വശീകരണം, പ്രണയം, ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണെങ്കിൽ മദന പഞ്ചാക്ഷരി മന്ത്രമായ ക്ലീം നമഃ ശിവായ എന്ന മന്ത്രം ആണ് ജപിക്കേണ്ടത്. ജോലി ലഭിക്കാനും ഉയർന്ന വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ വിദ്യാ പഞ്ചാക്ഷരി മന്ത്രമായ ഐം നമഃ ശിവായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ശത്രുക്കളിൽ നിന്നുള്ള മുക്തി ലഭിക്കുവാനായി ശക്തി പഞ്ചാക്ഷരി മന്ത്രമായ ഹ്രീം നമഃ ശിവായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. രോഗശമനത്തിനും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ മാറുന്നതിനുമായി മുക്തി പഞ്ചാക്ഷരി മന്ത്രമായ
രം നമഃശിവായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ജീവിതത്തിലെ കലഹങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് ജീവിതം ഐശ്വര്യപൂർണമായി തീരുവാൻ ശ്രീ പഞ്ചാക്ഷരി മന്ത്രമായ ശ്രീം നമഃശിവായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഈ മന്ത്രങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ജപിക്കുകയോ ഒരേ ദിവസം തന്നെ ഒന്നിലധികം മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യരുത്. ഒരു സമയത്ത് ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു മന്ത്രം മാത്രമേ ജപിക്കാൻ പാടുകയുള്ളൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി മഹാദേവനെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടെ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് അത് ഭഗവാനെ എനിക്ക് നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 തവണ ഈ മന്ത്രം ജപിക്കുക. മഹാദേവനോടുള്ള അടിയുറച്ച ഭക്തിയും വിശ്വാസവുമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്റെ ഫലത്തിന്റെ വേഗത എന്നുള്ളത് മറക്കാതിരിക്കുക. ചില ഭക്തർക്ക് ഇത് ജപിച്ചു കിടന്നിട്ട് പിറ്റേന്ന് കാലത്ത് തന്നെ ഫലം കിട്ടിയതായിട്ടറിയാം. അത്ര വിശിഷ്ടമായ മന്ത്രമാണിത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഈ മന്ത്രം ജപിക്കുമ്പോൾ തെക്ക് ദർശനമായി ഇരുന്ന് ജപിക്കരുത്. നിത്യവും ഉറങ്ങുന്നതിന് മുമ്പേയായി നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള മന്ത്രം തിരഞ്ഞെടുത്ത് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 3 വട്ടം ജപിക്കുക. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു തരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശംഭോ മഹാദേവ. ഈ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ശംഭോ മഹാദേവ.